ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങി അടുത്ത ദിവസം തന്നെ സീക്രട്ട് ഏജന്റായി മാറിയ സായി കൃഷ്ണയെ ആരാധകരും പ്രേക്ഷക സമൂഹവും ഒന്നടങ്കം അവരുടെ ചെലവിൽ സ്പേസിലേക്ക് അയച്ചിരിക്കുകയാണ്. എയറിലാണ് ആള്. എയറിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്പേസ് നിർവചിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഒക്കെ കടന്ന് ഏതോ ഗ്രഹത്തിലേക്ക് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സായിയുടെ വീഡിയോകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ, ആ വാർത്തകളുടെ കമന്റ് ബോക്സുകളിലേക്കായിരിക്കും സായി ആദ്യം ഊളിയിട്ടിറങ്ങുക. ആ കമന്റ് ബോക്സുകളിൽ പോയിട്ട് ഓരോ വ്യക്തികളും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് വായിച്ചു മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വീഡിയോകൾ ചെയ്യുകയും ചെയ്യുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി തനിക്കൊന്നും പറയുവാനില്ല. അദ്ദേഹം പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വന്ന് കാർക്കിച്ച് തുപ്പിവെക്കും, ആ തുപ്പൽ തിന്ന് ജീവിക്കുന്നവനാണ് ഞാൻ. അതായത് മറ്റുള്ളവരുടെ കമന്റുകൾ വെച്ചുകൊണ്ട് റിയാക്ഷൻ നടത്തി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ബിഗ് ബോസിൽ നിന്നും താൻ തിരിച്ചിറങ്ങി വന്നതിന് ശേഷം താനിട്ട വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ സത്യത്തിൽ അടുക്കാൻ പറ്റാത്ത തരത്തിൽ അത് ദുർഗന്ധപൂരിതമായിക്കൊണ്ടിരിക്കുകയാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആരാധക സമൂഹം ഇപ്പോൾ തെറി വിളിച്ച് മെഴുകുകയാണ്. അതിനിടയിൽ ഇന്ന് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോ, ആ പ്രൊമോയുടെ ചില ഭാഗങ്ങൾ സായിക്കെതിരെയായിരുന്നു. 20 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് അവിടെ വെക്കുവാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ സായി ആ 5 ലക്ഷവും എടുത്തു പോയി. അതിനെക്കുറിച്ച് മത്സരാർത്ഥികളെ കൊണ്ട് തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. തോളിൽ കൈയിട്ട് നടന്ന അഭിഷേകും സിജോയും ഉൾപ്പെടെയുള്ള ആൾക്കാർ രൂക്ഷമായിട്ട് സായിയെ വിമർശിക്കുകയാണ്. സായി ചെയ്തത് തെറ്റാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു ഭാഗം സീക്രട്ട് ഏജന്റ് വധം ബാലയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ചുരുക്കത്തിൽ ബിഗ് ബോസും ഏഷ്യാനെറ്റും അങ്ങനെ സായിയെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാക്സിമം നെഗറ്റീവ് ആക്കുക, അടിച്ച് ഷെഡിൽ കയറ്റുക എന്നുള്ള പദ്ധതിയുമായിട്ടാണ് ലാലേട്ടനും ഏഷ്യാനെറ്റും ബിഗ് ബോസും ഒക്കെ ഇപ്പോൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ പറയുന്നത് സായി ഒരിക്കലും ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് പോകാൻ പാടില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം അതിനകത്ത് ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ കളി നന്നായിട്ട് അറിയാവുന്നയാൾ കളിച്ചിട്ട് മാത്രമേ വരുവാൻ പാടുള്ളായിരുന്നു. എന്നാൽ അതിനകത്ത് നിന്നുകൊണ്ട് ആള് മാറിയിരിക്കുന്നു. പുറത്തു വന്നതിന് ശേഷം അതിനകത്തുണ്ടായിരുന്ന ആള് വീണ്ടും ഒറ്റ ദിവസം കൊണ്ട് മാറി പഴയ ആളായിട്ട് പിന്നെയും മാറിയിരിക്കുന്നു. എങ്ങനെ ഇതൊക്കെ കഴിയും? അതേക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ സിബിൻ ഒരു ഇന്റർവ്യൂവിൽ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. ഇത് അപൂർവം വ്യക്തികളിൽ മാത്രം കാണുന്ന ഒരു വൈകല്യാവസ്ഥയാണ്. അതായത് ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അത് സിബിൻ നിർവചിച്ചിരിക്കുന്ന ആ വാക്കുകൾ വളരെ കൃത്യം തന്നെയാണ്. പക്ഷേ എൻ്റെ ചോദ്യം, നാം അറിയുന്ന, നമ്മളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന ആ വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെയാകുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. 20 ലക്ഷം രൂപ വരെ ഞങ്ങൾ അവിടെ വെക്കുവാൻ പ്ലാൻ ചെയ്തിരുന്നതാണ് എന്ന് ലാലേട്ടനെ കൊണ്ട് ബിഗ് ബോസ് പറയിപ്പിക്കുമ്പോൾ എന്താണ് അതിന്റെ പിൻപിൽ ഉദ്ദേശിക്കുന്നത്? മനോഹരമായ ഒരു ടാസ്ക് കൊളമാക്കി ഇവിടെ കിടന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചിറങ്ങിപ്പോയ ആ മനുഷ്യനെ കുറിച്ച് പ്രേക്ഷകർ എന്താണ് വിലയിരുത്തുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ഇട്ട് മെഴുകിക്കോളാൻ തന്നെ പറയുന്നത്. എയറിൽ നിന്ന് ഇനി ഒരിക്കലും അയാൾ തിരിച്ചു താഴേക്ക് ഇറങ്ങി വരുവാൻ പാടില്ലാത്ത രീതിയിൽ സകല മനുഷ്യനും കയറി ഇറങ്ങി ഊക്കിക്കൊള്ളാനുള്ള ആഹ്വാനം ബിഗ് ബോസ് നൽകുകയാണ് ഇതിൽ കൂടി. ഇതെല്ലാം ഏറ്റുവാങ്ങുവാൻ സായി സർവാത്മന യോഗ്യനാണ് എന്നല്ലാതെ മറ്റെന്താണ് പറയുവാനുള്ളത്? പക്ഷേ സായി നശിപ്പിച്ചു കളഞ്ഞത് സായിയുടെ ഗെയിം മാത്രമല്ല, മറ്റു പലരുടെയും സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. അത് ഞാൻ പറയുന്നതല്ല, പ്രേക്ഷക സമൂഹത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തലാണ്. സിജോയുടെയും നന്ദനയുടെയും അപ്സരയുടെയും ഒക്കെ ഗെയിം കളഞ്ഞതും അവരുടെ സ്വപ്നങ്ങൾ തല്ലി തകർത്ത് കളഞ്ഞതും സായിയാണ് എന്ന് പരക്കെ പ്രേക്ഷക സമൂഹം ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മൂപ്പൻ, അദ്ദേഹത്തിൻ്റെ മൂപ്പൻസ് വ്ലോഗ് എന്ന ചാനലിനകത്ത് ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യുന്നുണ്ട്. അത് കേൾക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ആ വോയിസ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അദ്ദേഹത്തിന് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരോ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് അയച്ചു കൊടുത്തതാണ്. അത് വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണാം. കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാം. അത് കേട്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയണം. സിജോ റീ എൻട്രി കയറിയ സമയത്ത് ഈ സായി കൃഷ്ണ ഒന്നും വൈൽഡ് കാർഡായിട്ട് ചെന്നില്ലായിരുന്നെങ്കിൽ സിജോ ഇപ്പോഴും അവിടെ കാണുമായിരുന്നു. ബിക്കോസ് ഈ സായി കൃഷ്ണയുടെ പ്ലാനിങ് കാരണമാണ് സിജോ ഇപ്പൊ ഔട്ടായത്. കാര്യം പ്രേക്ഷകരെ അത്രയ്ക്ക് വെറുപ്പിച്ചു അവരുടെ പ്ലാനിങ് കണ്ട് ഈ സിജോ സായി ഇല്ലായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ മേ ബി ടോപ്പ് 2-ലെങ്കിലും എത്തിയതായിരുന്നു. പിന്നെ
നന്ദന എന്ന് പറഞ്ഞ ആളെയും ഇവന്മാരുടെ പ്ലാനിങ്ങിനകത്ത് വന്നതുകൊണ്ടാണ് ആ കൊച്ചും പ്രേക്ഷകരുടെ പ്രീതി കിട്ടാതെ പുറത്തായി പോയത്, വോട്ട് കുറഞ്ഞ് പുറത്തായി പോയത്. ഇല്ലെങ്കിൽ ആ കൊച്ചിന് കയറിയ സമയത്തൊക്കെ നന്നായിട്ട് ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്നതായിരുന്നു, അതിനെയും കോളമാക്കി. പിന്നെ അപ്സര എന്ന് പറഞ്ഞൊരു ഒരാളുണ്ടായിരുന്നല്ലോ, അതും നല്ലതായിട്ട് കളിച്ചു വന്ന ഇവന്മാര് കയറി അവന്മാരുടെ ആ ഒരു ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴാണ് അപ്സരയെ എല്ലാവരും വെറുത്തത്. ഈ സായി പറഞ്ഞതൊക്കെ കേട്ട് അവിടെ നിന്ന് തുള്ളിയില്ല കിടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടിയത് കൊണ്ടാണ് അപ്സരയും വെറുത്ത് അപ്സരയും പുറത്തത്. അപ്പൊ ഇതിനെല്ലാം കാരണം ഈ സായി കൃഷ്ണയാണ്. ഈ സായി കൃഷ്ണ വയൽക്കാടായിട്ട് കയറിയില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും സിജോയും നന്ദനയും അപ്സരയും അവിടെ കണ്ടേനയുമായിരുന്നു. കാര്യം അവർ അത്യാവശ്യം കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇതാണ് പ്രേക്ഷക അഭിപ്രായം. ഇത് ഒരാളിന്റെ കമന്റ് മാത്രമാണ്, ഒരാളുടെ വോയിസ് ക്ലിപ്പ് മാത്രമാണ്. പക്ഷേ ഓരോരോ കമന്റ് ബോക്സുകളിൽ കയറി ഇറങ്ങുക. ഈ വിഷയത്തെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോ, പ്രത്യേകിച്ച് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയുടെ ചാനൽ, ആ ചാനലിന്റെ കീഴിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള വീഡിയോസ്, അതിന്റെ കീഴിലൊക്കെ നിങ്ങൾ പോയി നോക്കിക്കോളൂ. 10,000-കണക്കിന് കമന്റുകൾ വന്ന് നിറഞ്ഞു കവിയുകയാണ്. വരുന്നവരും പോകുന്നവരും എല്ലാം പൊളിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. സത്യമല്ലേ ഈ പറയുന്നത്? നന്ദന നല്ല രീതിയിൽ ഗെയിം കളിച്ച് തുടങ്ങിയതാണ്. നന്ദനയുടെ ലക്ഷ്യം എന്തായിരുന്നു? അത് ലോകം മുഴുവൻ കേൾക്കെ ചെന്ന് കയറിയപ്പോൾ തന്നെ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് നന്ദന പറഞ്ഞു, ഞാൻ അവളെ പുറത്താക്കും. ആരാണ് ഈ അവൾ? ജാസ്മിനാണ്. എന്നെ കയറി ചൊറിഞ്ഞാൽ ഞാൻ കയറി മാന്തിയിരിക്കും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാണ്. ഒടുവിൽ എന്തു പറ്റി? ലക്ഷ്യം തന്നെ മറന്നു. ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു വീട് വെക്കാൻ വേണ്ടിയാ വന്നതെന്ന്. പക്ഷേ അതിനനുസരിച്ചുള്ള കളിയൊന്നും നന്ദന പിന്നീട് അവിടെ കളിക്കുന്നത് കാണുവാൻ കഴിഞ്ഞില്ല. നന്ദന അവിടെ പെങ്ങളൂട്ടിയായിട്ട് രൂപമാറ്റം സംഭവിച്ചു. അപ്പോഴേക്കും സീക്രട്ട് ഏജന്റ് കണ്ണനായിട്ട് മാറി. കണ്ണനായി മാറിയ സീക്രട്ട് ഏജന്റിന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് കാട്ടുതീയാകാൻ വേണ്ടി വന്ന സിജോ ആ പാതാര വൃന്ദങ്ങളിൽ അഭയം പ്രാപിച്ചു. ആ വോയിസ് ക്ലിപ്പിൽ നമ്മൾ കേട്ടതുപോലെ വലിയ സ്വപ്നത്തോടു കൂടിയായിരുന്നു അപ്സര അതിനകത്തേക്ക് എത്തിയത്. എത്രയോ പ്രാവശ്യം അപ്സര അവിടെ ഇരുന്നു കൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നോറയോടും നമ്മുടെ റസ്മിനോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എനിക്കിവിടെ നിന്നേ മതിയാവുകയുള്ളൂ. ടൈറ്റിൽ വിന്നർ എന്നുള്ളൊരു വലിയ സ്വപ്നമായിരുന്നു തൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ അറിയാതെ താൻ സായിയെ വിശ്വസിച്ചു പോയി. ആ ഹോട്ടൽ ടാസ്ക് ആണ് അപ്സരയുടെ ഗ്രാഫ് കുത്തനെ താഴേക്ക് ഇടിച്ചു കളഞ്ഞത്. എന്തുപറ്റി? ആ ഹോട്ടൽ ടാസ്കിൽ സായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തീരുമാനത്തിന് അപ്സര ഉൾപ്പെടെയുള്ള ആൾക്കാർ വഴങ്ങിക്കൊടുത്തത് കൊണ്ടാണ് അവരെല്ലാവരും നെഗറ്റീവായി മാറുകയും ഒടുവിൽ അതോടുകൂടി പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി വരികയും ചെയ്തത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സായിയുടെ ഗെയിമിനെ ഒറ്റ വാക്കിൽ ഇങ്ങനെ വിലയിരുത്താം: പട്ടിയൊട്ട് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന് പറഞ്ഞതുപോലെ എനിക്ക് മുൻപോട്ട് പോകാനൊട്ട് താല്പര്യവുമില്ല. ഇനിയിപ്പോൾ കൂടെ നിൽക്കുന്ന ഒരെണ്ണത്തിനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. അതുകൊണ്ട് വളരെ കുടില തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ മറ്റുള്ളവരെ കൂടി തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു കളഞ്ഞത്. തീർച്ചയായിട്ടും സായിക്ക് അറിയാമായിരുന്നു തൻ്റെ ഈ ഗെയിം സ്ട്രാറ്റജി ഒന്നും പുറം ലോകത്ത് വിലപ്പോകില്ല, ആരും ഇത് അംഗീകരിക്കില്ല, ഉൾക്കൊള്ളുകയുമില്ല എന്ന്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ചവിട്ടി പുറത്താക്കുന്നതിന് മുൻപ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പണപ്പെട്ടി വരുന്നത്. പണപ്പെട്ടി വന്നപ്പോൾ തന്നെ അതുമായിട്ട് സായി പുറത്തു പോകുമ്പോൾ താൻ മിടുക്കനാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കുകയായിരുന്നു. നിങ്ങളാരും എന്നെ പുറത്താക്കിയതല്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അതിനകത്തുനിന്ന് പുറത്തു പോയതാണ്. അവസരം വളരെ കൃത്യമായിട്ട് ഞാൻ വിനിയോഗിച്ചു. പക്ഷെ ലാലേട്ടൻ ഇപ്പോൾ പറയുകയാണ് 20 ലക്ഷത്തോളം രൂപ. അഭിഷേക് അവിടെ നേരത്തെ പറഞ്ഞിരുന്നു 20 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുമെന്ന്. ഉറപ്പായിട്ടും നമ്മുടെ ഋഷി അതിൽ കൈവെക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം തകർത്ത് കളഞ്ഞിട്ടാണ് മിടുക്ക് കളിച്ച് സായി പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. എന്തായാലും നമ്മൾ ആ വോയിസ് ക്ലിപ്പിൽ കേട്ടതുപോലെ അതിനകത്ത് നിന്ന സമയത്ത് തനിക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ താൻ ചെയ്തു. പ്രേക്ഷകർക്ക് വലിയ സംഭാവനകളൊന്നും നൽകുവാൻ കഴിഞ്ഞില്ലെങ്കിലും സിജോയെയും അപ്സരയെയും നന്ദനെയും ഒതുക്കാൻ അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അടുത്തത് പലരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന പണപ്പെട്ടി. അത് മറ്റാർക്കും കൊടുക്കാതെ പെട്ടി വന്നപ്പോൾ തന്നെ അതും എടുത്തുകൊണ്ട് പുറത്തിറങ്ങിപ്പോയത് അതിനേക്കാൾ വലിയൊരു കാര്യമാണ്. ചുരുക്കത്തിൽ ഞാൻ വലിയ മിടുക്കനാണ് എന്ന് ലോകത്തെ തെളിയിക്കുമ്പോൾ ലോകം അത് അംഗീകരിക്കുന്നില്ല. സകല മനുഷ്യരും കേറിയിറങ്ങി അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സായിയുടെ ലൈഫ്. പോരാത്തതിനിപ്പോൾ ഏഷ്യാനെറ്റും ലാലേട്ടനും ബിഗ് ബോസും കൂടി ചേർന്ന് അടുത്ത വെടിക്കെട്ടിനുകൂടി തീ കൊളുത്തി കഴിഞ്ഞിരിക്കുന്നു. എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.